കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകൻ വിദ്യാർത്ഥിയുടെ കരണത്തടിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഇതിന്റെ ഭാഗമായി ബിജെപിയുടെയും സംഘപരിവാർ സംഘടനകളുടെയും നേതൃത്വത്തിൽ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അസംബ്ലിയിൽ നിൽക്കുന്നതിനിടെ ചരൽക്കല്ല് കാലുകൊണ്ട് നീക്കിയതിന്റെ പേരിൽ പ്രധാനാധ്യാപകൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കരണത്തടിച്ചത്. ഇതേ തുടർന്ന് കേൾവിക്കുറവ് അനുഭവപ്പെട്ട കുട്ടിയെ കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു നടത്തിയ പരിശോധനയിൽ കർണപുടം തകർന്നെന്ന് കണ്ടെത്തുകയായിരുന്നു. ഈ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് അധ്യാപകന്റേത് കിരാതമായ നടപടിയാണെന്ന് ആരോപിച്ചുകൊണ്ട് പല കോണുകളിൽ നിന്നും ശക്തമായ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയരാൻ തുടങ്ങിയത്. ഈ ജനവികാരത്തിനൊപ്പം നിന്നുകൊണ്ടാണ് ബിജെപി ബേളെടുക്ക പഞ്ചായത്ത് കമ്മിറ്റിയുടെയും വിവിധ സംഘപരിവാർ സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ തിങ്കളാഴ്ച രാവിലെ സ്കൂളിലേക്ക് മാർച്ച് നടത്തിയത്. ബിജെപി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ അധ്യാപകൻ ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ഇടതുപക്ഷ സർവീസ് സംഘടനയുടെ പ്രവർത്തകനാണ്, നേതൃത്വം വഹിക്കുന്ന ആളാണ്. അങ്ങനെ ഇടതുപക്ഷക്കാരനായതുകൊണ്ടും ഇവിടെ വിമർശിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിനെയാണ്, മോദി സർക്കാരിനെയാണ്, നരേന്ദ്രമോദിയെയാണ് എന്നുള്ളത് കൊണ്ട് നടപടിയെടുക്കാതെ അങ്ങനെ സ്കൂളിൽ വന്ന് പഠിപ്പിച്ച് ശമ്പളം വാങ്ങി പോകാമെന്നാണ് നിങ്ങളുടെ ധാരണയെങ്കിൽ നിങ്ങൾ ഓർത്തോളൂ, നിങ്ങൾക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ട് ഇവിടെ വന്ന് ഇവിടെ കുട്ടികളെ പഠിപ്പിച്ച് വീട്ടിൽ പോയി സുഖമായി കിടന്നുറങ്ങാമെന്നുള്ളത് നിങ്ങളുടെ വെറും വ്യാമോഹമായിരിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ചടങ്ങിൽ ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഉദയൻ ചമ്പക്കാട് അധ്യക്ഷനായി. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് SP ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി മനുലാൽ മേലത്ത്, ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി രാജൻ മുളിയാർ, ബിജെപി മുളിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ദിലീപ് പള്ളഞ്ചി, ജനറൽ സെക്രട്ടറി ജയകുമാർ മാനടക്കം എന്നിവർ സംസാരിച്ചു. ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഗോപൻ കൂളിക്കടവ് സ്വാഗതവും മണ്ഡലം സെക്രട്ടറി രതീഷ് ശങ്കരങ്കാട് നന്ദിയും പറഞ്ഞു. സ്കൂളിൽ പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ മർദ്ദനത്തിനിരയായ കുട്ടിയുടെ വീട്ടിൽ നേരിട്ടെത്തി കുട്ടിയെയും കുടുംബാംഗങ്ങളെയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കുറ്റിക്കോൽ.